ഹലോ എവരിവൺ, ഞാൻ പ്രദീപ്. ഇന്ന് 26 ഏപ്രിൽ 2024. ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണാണ് കൊടുത്തത്. നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം തന്നെ കണ്ടിന്യൂ ആയിട്ട് ഒരു ഡൗൺ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക ചെയ്തത്. അതിനുശേഷം ഇന്നലെ നമ്മൾ കുറച്ച് സോൺസ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് സോണായിട്ട് ഞാൻ ഈ ഒരു ഏരിയ ഇന്നലെ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇമ്പോർട്ടൻറ്റ് സോണിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് നോക്കാം. കറക്റ്റ് ആ ഇമ്പോർട്ടൻറ്റ് സോണിൽ എത്തിയതിന് ശേഷം മാർക്കറ്റ് 2 തവണ റിജക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഇമ്പോർട്ടൻറ്റ് സോണിൽ നിന്ന് നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഏറ്റവും അവസാനത്തെ പോർഷനിൽ വന്നിട്ട് ഇവിടെയാണ് ട്രേഡ് എടുത്തത്. ചെറിയൊരു SL കൊടുത്തുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് 40 പോയിൻറ്റിൻ്റെ 35 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ടാർഗറ്റ് ബുക്ക് ചെയ്തു. നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവും എന്നുള്ളൊരു ഓവർവ്യൂവിൻ്റെ പുറത്താണ് നമ്മളൊരു ട്രേഡ് എടുത്തത്. പക്ഷേ 35 പോയിൻറ്റിൽ നമ്മൾ ഫസ്റ്റ് ടൈം റിവേഴ്സ് ആയപ്പോൾ അതിൽ വന്നിട്ട് റിയാക്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഈ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്തില്ല. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു രണ്ടാമതൊരു ബൗൺസ് ബാക്ക് ഉണ്ടായപ്പോൾ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. നെക്സ്റ്റ് മാർക്കറ്റ് വന്നിട്ട് വീണ്ടും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് വീണ്ടും ഒരു ഫാൾ കൊടുക്കുക ചെയ്തത്. ഫാൾ കൊടുത്തിട്ട് ഏകദേശം നെക്സ്റ്റ് ഇന്നലത്തെ അപ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് വരേക്കും അതിന് ഫാള് കൊടുക്കേണ്ടി വന്നു. ആ പോയിന്റിൽ വെച്ചിട്ട് വീണ്ടും നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലും നമ്മളൊരു 30-35 പോയിന്റ് അച്ചീവ് ചെയ്തു. ഏകദേശം ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് എടുത്തത്. 35 പോയിന്റോളം അച്ചീവ് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ഇതുവരെയായിരുന്നു. അതിനുശേഷം വീണ്ടും ഫാൾ ചെയ്തു. പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഏതൊരു ട്രേഡിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പേയും വന്നിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള SL അതുപോലെ തന്നെ ടാർഗറ്റ് നമുക്ക് ഫിക്സ് ആയിരിക്കണം. നമ്മുടെ ലൈവ് മാർക്കറ്റിൽ വന്നിട്ട് ക്യാൻഡിൽസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഡിസിഷൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്തിക്കഴിഞ്ഞാൽ പൊസിഷൻ കട്ട് ചെയ്യാനും ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ബുക്ക് ചെയ്യാനും ഉള്ള കഴിവ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇമോഷണലായിട്ട് നമ്മളെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഡിസിഷൻസ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റ് നമ്മളായിട്ട് കുഴപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ റൂൾസിൽ സ്റ്റിക്കായിട്ട് ഉറച്ചിരിക്കുക. അങ്ങനെ ഇന്ന് 2 ട്രേഡ് ചെയ്തു. രണ്ടും അതിൻ്റെ ടാർഗറ്റും അച്ചീവ് ചെയ്തു തന്നു. നമ്മുടെ ടാർഗറ്റ് 30 മുതൽ 40 പോയിന്റ് വരെയാണ് നമ്മുടെ ടാർഗറ്റ്. അത് ഡെയിലി അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി അങ്ങോട്ട് തിങ്കളാഴ്ച മുതൽ നമ്മുടെ ചലഞ്ച് തുടങ്ങുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ എൻട്രിക്ക് ശേഷം 30-40 ടാർഗറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് കാണുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് ഇതിൽ പറയാനുള്ളത് ഇന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോൾ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഡൗൺ ട്രെൻഡ് ഇങ്ങനെ താഴത്തേക്ക്. ഇന്നലെ ബയ്യേഴ്സ് അവരുടെ പവർ കാണിച്ച ഏരിയയിൽ തന്നെ ബയ്യേഴ്സ് ആക്ച്വലി വന്നിട്ട് ഇന്നലെ പവർ കാണിച്ചത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ്. ഇവിടെ വന്നിട്ട് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ബയ്യേഴ്സ് അവിടെ വന്നിട്ട് കൂടുതൽ പവർ കാണിച്ച് മാർക്കറ്റിനെ മുന്നോട്ട് മൂവ് ചെയ്യിച്ചത്. ഇപ്പം ഇന്ന് സെല്ലേഴ്സ് ആ ഒരു പോയിന്റിലേക്ക് തന്നെ മാർക്കറ്റിനെ പുഷ് ചെയ്ത് താഴത്തേക്ക് വീഴ്ത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അതേ പോയിന്റിലേക്ക് തന്നെ അതേ പോയിന്റിലേക്ക് തന്നെ സെല്ലേഴ്സ് വന്നിട്ട് മാർക്കറ്റ് വീണ്ടും വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയ്യേഴ്സ് കുറച്ചൊന്ന് ഡൊമിനേറ്റ് ചെയ്തിട്ട് നിന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ ഈ മൂവ് മേ ബി നാളെ നമുക്ക് ബൈയിങ് സൈഡിലേക്കുള്ളൊരു സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. എപ്പോഴും അങ്ങനെയാണ്. ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ മാർക്കറ്റ് കൊടുക്കുന്ന മൂവായിരിക്കും അടുത്ത ഡേനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഏത് ബയ്യേഴ്സാണോ സെല്ലേഴ്സാണോ മാർക്കറ്റിൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് അഡ്വാൻസ് ആയിട്ട് അറിയാനുള്ള ഇതാണ് ഈ അവസാനത്തെ മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മാർക്കറ്റിൽ.
ബാക്കി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ വരച്ച ഇമ്പോർട്ടൻറ്റ് സോൺസും കാര്യങ്ങളൊക്കെ അത് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാർട്ടിലും രേഖപ്പെടുത്തുക. എന്നിട്ട് നെക്സ്റ്റ് മാർക്കറ്റിൽ എങ്ങനെയാണ് ആ സോൺസ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് പതുക്കെ ആയിട്ട് പഠിച്ചെടുക്കുക. അങ്ങനെയാണ് മാർക്കറ്റിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ട്രേഡിങ് ചെയ്യുമ്പോൾ വലിയൊരു ക്വാണ്ടിറ്റി വെച്ചിട്ടോ വലിയൊരു എമൗണ്ട് വെച്ചിട്ടോ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള ഒരു പൈസ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് ട്രേഡിങ് ചെയ്യുന്നതിൽ. റീറ്റെയിലേഴ്സിൽ വന്നിട്ട് 95% പേരും നഷ്ടം വരുത്തുന്നൊരു മേഖലയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ 5% പേരിൽ പ്രോഫിറ്റ് ആവുന്ന 5% പേരിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ആദ്യത്തെ പീരീഡാണ് ലേണിംഗ് ഫേസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മളത് കംപ്ലീറ്റ് ചെയ്യുക. ബാക്കി വഴിയെ നമ്മുടെ ഓരോ വീഡിയോകളിലൂടെയും നമുക്ക് പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.